ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ബിലീറ്റഡ് ആയിട്ടുള്ളൊരു ഹാപ്പി ഓണം വിഷസ് പറയുന്നു. കാരണം ഇത് തിരുവോണത്തിനെടുത്ത വീഡിയോ ആണ്. ഞാൻ എഡിറ്റ് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വൈകി. അപ്പോൾ എന്തായാലും എടുത്ത വീഡിയോ അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ അളിയൻ്റെ മോളാണ്, 2 ട്വിൻസാണ്. മറ്റാൾ ഇവിടെ എവിടെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവോണം ആഘോഷിക്കുന്നത് വർക്കലയിൽ വെച്ചിട്ടാണ്. ഫുൾ ഫാമിലി, ഹസ്ബൻഡ് ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ പൂക്കളും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ചേച്ചിയും കൂടിയിട്ടായിരുന്നു പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ചേച്ചി എവിടെയോ പോയി. ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതുവരെ ഇട്ട പൂവ് എങ്ങനെയുണ്ട്? പൂക്കളം നല്ല ഭംഗിയുണ്ട് അല്ലേ? സൂപ്പർ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പൂക്കളത്തിൻ്റെ. അത്യാവശ്യം ഒരു ചെറുതല്ല, പക്ഷെ കുറച്ച് വലുതായിട്ടുള്ള പൂക്കളം തന്നെയാണ് ഇട്ടത്. കാരണം ഇവിടെ വർക്കലയിലൊക്കെ നമുക്ക് പൂക്കളൊക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. നമ്മുടെ തൃശ്ശൂരൊക്കെ നമുക്ക് ഇഷ്ടമാതിരി പൂവ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം വളരെ കുറച്ച് പൂവേ നമുക്ക് കിട്ടിയുള്ളൂ. കുറച്ച് എക്സ്പെൻസീവും കൂടിയായിരുന്നു. എന്നാലും നമ്മുടെ തിരുവോണത്തിന് പൂവിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീഷൻ നമുക്ക് കിട്ടില്ല. അതിൻ്റെ പ്രകാരം നമ്മൾ നന്നാക്കി വലിച്ച് നീട്ടി തന്നെ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് പൂക്കളിട്ടത്. അങ്ങനെ പൂക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ സദ്യ ഉണ്ടു. എല്ലാവരും സദ്യക്കാണെങ്കിൽ പോലും ഭയങ്കര ഈ ഒരു ദിവസം അറിയാലോ, അക്കിയുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ മേടിച്ച് എല്ലാം കട്ടിങ്ങും പരിപാടിയൊക്കെ രാത്രി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം എല്ലാവരും ഭയങ്കര ബിസി ആയതുകൊണ്ട് അങ്ങനെ എല്ലാവരും നിർത്തിക്കൊണ്ടുള്ള ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരുവോണമൊക്കെ കഴിഞ്ഞു. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോയിൽ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഇത് മാമൻ്റെ വീടാണ്, അതായത് അക്കിയുടെ മാമൻ അമ്മയുടെ ബ്രദറിൻ്റെ വീടാണ്. അപ്പം ഇതൊരു അടിപൊളി വീടാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര റിസോർട്ടായിട്ടുള്ളൊരു ഫീലാണ്. എന്തായാലും ഒരു വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ റോഡിൽ നിന്ന് വരികയാണെങ്കിൽ പുള്ളിയുടെ വീട് കുറച്ചിങ്ങനെ ഒരു ഇറക്കത്തിലാണുള്ളത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻട്രി ഗേറ്റ്. ഒരു ഗേറ്റ് ഇതാണ്, പിന്നെ വേറൊരു സ്പോട്ടും കൂടി ഉണ്ട്. പക്ഷെ ഇപ്പോൾ അത് തൽക്കാലം അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു കാട്ടിലൊക്കെ പോകുന്ന ഒരു ഫീലാണ്. നമ്മൾ ഈ റിസോർട്ടൊക്കെ തപ്പി നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഒക്കെ മുടക്കി പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. കണ്ടോ, ബാംബൂ കാര്യങ്ങളൊക്കെ വെച്ച് ഈ പാത്വേ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ആ ഒരു നേച്ചറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടും. ഈ ബാംബൂടെ ഇത് തമ്മിലിങ്ങനെ ഉരസുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സൗണ്ടില്ലേ, അത് നമുക്ക് ശരിക്കും ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു സൗണ്ടാണ്. അത് ആക്ച്വലി നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയല്ലേ. അപ്പം എനിക്ക് തോന്നി ജസ്റ്റ് ഒരു വീഡിയോ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ പുള്ളിയുടെ സ്ഥലം തന്നെയാണ്. ഇതിപ്പം എന്താ പറയുക, ഹോം വ്ളോഗൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ വന്നപ്പം ഇതിൻ്റെ ഭംഗി എനിക്ക് കണ്ടപ്പം എനിക്ക് എടുക്കണം എന്ന് തോന്നി. ഉണ്ടോ, നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. വീട് ആക്ച്വലി കുറച്ച് താഴത്തോട്ടായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വീട്. പ്രത്യേക രീതിയിലത്തെ കൺസ്ട്രക്ഷനാണ്. ഇഷ്ടികയും കരിങ്കല്ലും അങ്ങനത്തെ സംഭവമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പാണ്. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫ്രണ്ട് റൂമിലേക്ക് കയറുമ്പം ഇതാണ് ഡോറ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഫസ്റ്റ് റൂം. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പോയിരിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഈ കാണുന്ന ഈ ഒരു ഓപ്പൺ ലൈബ്രറിയാണിത്. മാമൻ ബുക്സും കാര്യങ്ങളൊക്കെ വായിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്.
നമ്മൾ ഈ വീട്ടിലോട്ട് കയറുന്ന ടൈം മുതലേ നമ്മൾ ഈ പാട്ട് കേൾക്കുന്നുണ്ട്. ഭയങ്കര എന്താ പറയുക, ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ട് തന്നെയാണ്. ഒരു ക്ലാസിക്കൽ സോങ്ങാണ്. നമുക്ക് ഈ വീട് കാണുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, ഇതിലൂടെ നമ്മളിങ്ങനെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നടക്കുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പാട്ടും കൂടി ഉണ്ടാകുമ്പം ഭയങ്കര ഒരു നല്ല രസമായിരുന്നു ആ ഒരു ഫീല്. എനിവേ, മാമൻ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആർട്ട് ഫോംസും എന്താ പറയുക, ഡിസ്പ്ലേ വെക്കുന്ന കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ വീട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ വ്യത്യാസമായിട്ടുള്ള രീതിയിലത്തെ സാധനങ്ങളാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലത്തെ ആർട്ട് ഫോംസും കൾച്ചറും ഡിഫറെൻറ്റ് ഡെക്കർ ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ വേണ്ടി പറ്റി. അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണ്. എവിടെ അങ്ങോട്ട് വരാം. അങ്ങനെ നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുത്തിടാം. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം അക്കി തിരിച്ച് പോവാണ് അബുദാബിയിലോട്ട്. ഞാൻ ആക്ച്വലി ഇപ്പോൾ പോകുന്നുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി സെലിബ്രേറ്റ് ചെയ്തിട്ട് ഞാൻ എത്തിക്കോളാം എന്നുള്ള രീതിയിലാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി അക്കിനെ ഡ്രോപ്പ് ചെയ്ത് യാത്രയൊക്കെ പറഞ്ഞു. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഉറക്കത്തിലൊക്കെ ആയതുകൊണ്ട് അമ്മ പുറത്തോട്ട് ഇറങ്ങിയില്ല. പിന്നെ നമ്മുടെ കൊച്ചി എയർപോർട്ട് പോലെയല്ല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. കൊച്ചിയിൽ കുറച്ചും കൂടി നമുക്ക് ടൈം അവരെ കാണാം. പക്ഷേ ഇതിപ്പം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കി കയറി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. അങ്ങനെ അക്കിയുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകണ ആ ഒരു ഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു, കാരണം നെക്സ്റ്റ് ഡേ മോർണിംഗ് ജോലിക്ക് കയറണം. അപ്പം മൈൻഡ് ഇങ്ങനെ ആകെ ഒരു ഇതായിട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഹാപ്പി ആയിട്ട് അക്കിനെ നമ്മൾ അബുദാബിക്ക് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വർക്കലയ്ക്ക് പോയി. ഞാൻ വീട്ടിൽ ഒരു ദിവസം കൂടി നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ പോകുന്നത്. അച്ഛനാണ് എന്നെ കൊണ്ടാക്കിയത്. ഇത് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ വർക്കല ശിവഗിരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആണ്, കാരണം ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വർക്കല ക്ലിഫ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു വർക്കല സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് വരുന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സ്ഥലത്ത് തന്നെ ആണോ എന്ന് എനിക്കറിയില്ല. എനിവേ, അത് അടിപൊളിയായിരിക്കും. അപ്പം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇനിയും വരും, നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റും ഉണ്ടാവും. അങ്ങനെ ഞാൻ ജനശതാബ്ദിക്കാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ എൻ്റെ ട്രെയിൻ വന്നു. കുറച്ചൊരു 15 മിനിറ്റ്സ് ലേറ്റായിരുന്നു ട്രെയിന്. എനിവേ, ഞാൻ ട്രെയിനിലൊക്കെ കയറി ഒന്ന് സെറ്റിലായി. ഏകദേശം പെട്ടെന്ന് തന്നെ നമ്മൾ തൃശ്ശൂർ എത്തും. അതായത് അവിടെ ഒരു 6:35 ആ റേഞ്ചിൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ 10:30, 11 ഉള്ളിൽ എന്തായാലും തൃശ്ശൂർ എത്തും. അതുകൊണ്ട് തന്നെ നല്ല ഈസിയാണ് ഇതുപോലെ ട്രാവൽ ചെയ്യാനൊക്കെ. എനിക്ക് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ബസ്സിനേക്കാളും ഇഷ്ടം എൻ്റെ ട്രാവലിംഗ് മോഡ് എനിക്ക് ഇഷ്ടമുള്ളത് ട്രെയിനാണ്. അപ്പം അതൊക്കെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങൾ. ഈ വീഡിയോ അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് മെമ്മറീസ് അവിടെ ഇവിടെയൊക്കെ എടുത്തത് ഞാൻ എന്തായാലും വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ഓൾമോസ്റ്റ് 10:30, 10:45 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ തൃശ്ശൂർ ലാൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ നമുക്ക് പേ ചെയ്തിട്ടുള്ള ഓട്ടോ ഉണ്ടാവും, പ്രീപെയ്ഡ് ഓട്ടോസ്. അങ്ങനെ ഞാനൊരു ഓട്ടോയിൽ കയറി തൃശ്ശൂർ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വ്ളോഗ് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഈ വിശേഷങ്ങൾ കൂടുതൽ തൃശ്ശൂരത്തെയും എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ വ്ളോഗൊക്കെ ഞാൻ ഇടുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക.
അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഞാൻ ഇങ്ങനെ തന്നെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇനി കൂടുതൽ തൃശ്ശൂർ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.